ഘട്ടത്തിൽ ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണത്. ബാർ അസോസിയേഷൻ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബെയിലിൻദാസിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും രണ്ട് ശബ്ദങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ജയിലിൽ കഴിഞ്ഞു വരുന്നത് പോലെ ആയിരിക്കില്ല ബെയിലിൻദാസ് പുറത്തിറങ്ങാനും ബാർ അസോസിയേഷനിലടക്കം ഇടപെടലുകൾ നടത്താനും ഈ കേസിന്റെ തന്നെ ഒരു ദിശ ഒരുപക്ഷെ മാറ്റി തിരുത്താനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇന്നലെ ഷാമിലി ബാർ അസോസിയേഷന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തിയ സംഭാഷണം അടക്കം പുറത്തു വന്നതാണ്. അതിൽ ഒരു വിഭാഗം അഭിഭാഷകർ ഷാമിലിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ഷാമിലി ആരോപിക്കുകയും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദേശമായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ബെയിലിൻദാസിന് ജാമ്യം ലഭിക്കുന്നത് ഈ കോടതിക്ക് മുമ്പിൽ ഷാമിലി മുന്നോട്ട് വെച്ചത് കേസിന്റെ ദിശയെ സ്വാധീനിക്കുന്ന തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേച്ചുമാച്ച് കളയുന്നതിനുള്ള ഇടപെടൽ ബെയിലിൻദാസ് ജാമ്യം ലഭിച്ചാൽ നടത്തും എന്ന വാദമായിരുന്നു കോടതിക്ക് മുമ്പിൽ ഷാമിലി മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബെയിലിൻദാസിന് മറുവാദങ്ങൾ ഉണ്ടായിരുന്നു. ബെയിലിൻദാസ് പ്രധാനമായും പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല താൻ മർദ്ദിച്ചത്, തർക്കത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന വാദം മുന്നോട്ട് വെക്കുകയും ആ വാദത്തെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഈ ഘട്ടത്തിൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നത്. ബെയിലിൻദാസ് വലിയ വിവാദമായതിനു ശേഷമാണ് ബെയിലിൻദാസിനെ അറസ്റ്റ് ചെയ്യാനും റിമാൻഡിൽ വിടുവാനുമൊക്കെ നമ്മൾ പോലീസ് സംവിധാനങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കുമൊക്കെ ആയത് ഒരു അഭിഭാഷകൻ എന്നതിനുള്ള എല്ലാത്തരം പ്രിവിലേജുകളും ബെയിലിൻദാസിന് ഒരു ഘട്ടത്തിൽ ലഭിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ഒരു വിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ബെയിലിൻദാസിന് ഉണ്ടായിരുന്നു എന്നും വ്യക്തമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ദിവസങ്ങളുടെ റിമാൻഡ് കാല ജയിൽവാസത്തിന് ശേഷം ബെയിലിൻദാസ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയാണ്. അതിനിടയിൽ ബെയിലിൻദാസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കം വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 2015 LDFന്റെ സ്ഥാനാർത്ഥിയായി പൂന്തുറയിൽ നിന്ന് മത്സരിച്ച ആളാണ് ബെയിലിൻദാസ് എന്ന ഒരു വിഭാഗവും, അതല്ല കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ബെയിലിൻദാസ് എന്ന ഈ മറുവിഭാഗവും ആരോപിച്ചുകൊണ്ട് ബെയിലിൻദാസിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബെയിലിൻദാസിന്റെ സ്വാധീനമാണ് ഈ കാര്യത്തിൽ ഈ കേസിൽ ബെയിലിൻദാസിന് അനുകൂലമായി അഭിഭാഷക നേരിടേണ്ടി വന്നത് അതിക്രൂരമായ മർദ്ദനം തന്നെയായിരുന്നു. അവരുടെ മുഖത്തൊക്കെ വലിയ പാടുകളും ആ മർദ്ദനമേറ്റതിന്റെ ഒക്കെ നമുക്ക് ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു. അത്രയധികം വലിയ ക്രൂരത തന്നെയാണ് വനിതാ അഭിഭാഷകർക്ക് നേരെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അതിൽ ജാമ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കുറ്റത്തിന്റെ ഒരു വ്യാപ്തി അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതുകൊണ്ടാണോ? അത് വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നിയമവൃത്തങ്ങൾ പറയുന്നത് ജാമ്യമാണ് നിയമം, അല്ലാത്തവ എക്സെപ്ഷൻ ആണ് എന്നാണല്ലോ. ജാമ്യം നൽകുക എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ പരിഗണനയിൽ വരുന്നതാണ്. അപ്പോൾ ബെയിലിൻദാസ് മുന്നോട്ട് വെച്ച വാദങ്ങളെ ഖണ്ഡിക്കാൻ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് ശക്തിയില്ലാതിരുന്നതായിരിക്കാം ഒരുപക്ഷെ കോടതി ഈ നിലയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ ഈ കേസിൽ ബെയിലിൻദാസ് കുറ്റക്കാരനാണ് എന്നുള്ളതിൽ കോടതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. അതുകൊണ്ടാണ് കടുത്ത വ്യവസ്ഥകളോട് കൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ജാമ്യ വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തതയില്ലെങ്കിലും കർശനമായ നിർദ്ദേശങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ബെയിലിൻദാസിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ജാമ്യം അനുവദിക്കുന്ന നിലപാടിലേക്ക് പോയത്. കോടതി ഈ കേസിൽ ആദ്യഘട്ടം മുതൽ കർശനമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയായി കോടതിക്ക് മുമ്പിലെത്തിയ ഈ ജാമ്യാപേക്ഷ ആദ്യഘട്ടത്തിൽ പരിഗണിക്കാതെ തന്നെ മാറ്റിവെക്കുകയും പിന്നീട് ഒരു ദിവസം മുഴുവൻ തന്നെയും വാദം കേട്ടതിനു ശേഷം മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയും അങ്ങനെ റിമാൻഡിൽ ഒരു ബെയിലിൻദാസ് ഈ കോടതിയുടെ ഈ ഒരു നിലപാട് ബെയിലിൻദാസ് ജയിലിൽ കഴിയുന്ന ദിവസങ്ങളുടെ എണ്ണം കൂട്ടുന്നതിൽ നിർണായകമായി എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഈ നിലയിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കുകയാണ്. അതേസമയം കർശന നിബന്ധനകളോട് കൂടിയാണ് ഈ ഉത്തരവ് ജാമ്യാപേക്ഷ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ആഷിക, ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രതി ബെയിലിൻദാസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്? ഞാൻ മുൻപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ജാമ്യം ലഭിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ വഞ്ചിയൂർ കോടതിക്ക് സമീപത്തെ ബെയിലിൻദാസിന്റെ ഓഫീസിനുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ടായിരുന്നു ബെയിലിൻദാസ് ഈ ജാമ്യാപേക്ഷ മുന്നോട്ട് വെച്ചത്. അതിൽ തന്നെയും ബാർ അസോസിയേഷന് മുമ്പിൽ യുവ അഭിഭാഷകയായ ഷാമിലി നൽകിയ പരാതിയുടെ പകർപ്പ് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ബെയിലിൻദാസ് ജാമ്യാപേക്ഷ മുന്നോട്ട് വെച്ചത്. ഈ ഓഫീസിനുള്ളിൽ നടന്ന തർക്കവും അതേ തുടർന്നുണ്ടായ സംഘർഷവും കയ്യാങ്കളിയെ കുറിച്ചുമൊക്കെ ഈ പരാതിയിൽ ഷാമിലി തന്നെ വിശദമായി
വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ വിവരണത്തിൽ തന്നെയും ഒരു തർക്കത്തിന്റെ ഭാഗമായി ഉണ്ടായ മർദ്ദനമാണ് നടത്തിയതെന്നും ലൈംഗികമായി അതിക്രമം നടത്തിയിട്ടില്ല എന്നും സ്ത്രീത്വത്തെ അപമാനിക്കാൻ തനിക്ക് ലക്ഷ്യമില്ലായിരുന്നു എന്നുമുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റുകളായിരുന്നു വാദത്തിന്റെ ഭാഗമായി ബെയിലിൻദാസിന്റെ വക്കീൽ ബെയിലിൻദാസിന്റെ ഭാഗം കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളായിരുന്നു ബെയിലിൻദാസിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വകുപ്പുകൾക്ക് ദുർബലപ്പെടുത്തുന്ന നിലയിലുള്ള വാദങ്ങൾ ബെയിലിൻദാസിന്റെ ഭാഗത്തുനിന്ന് വക്കീലിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞത് ബെയിലിൻദാസിന് അനുകൂലമായി വന്നു. അതേസമയം ഷാമിലി പൊതുവെ തന്നെ ജാമ്യാപേക്ഷകളിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കാവുന്ന നിലയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത് ഷാമിലിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നാണ് കോടതി വൃത്തങ്ങൾ പറയുന്നത്. ഈ ജാമ്യം ലഭിച്ചാൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ കേസിന്റെ ദിശയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്ന വാദമായിരുന്നു ഷാമിലി മുന്നോട്ട് വെച്ചത്. ഇരുഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ഈ ഘട്ടത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ജാമ്യം നൽകുക എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുക. അത് സ്വാഭാവികമായും ജാമ്യം നൽകേണ്ടത് എന്നുള്ളത് ഒരു പൊതു നീതി വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. അതേസമയം കർശന വ്യവസ്ഥകളോട് കൂടിയാണ് ഇപ്പോഴത്തെ ജാമ്യ ഉത്തരവ് എന്നുള്ളത് നമ്മൾ പ്രധാനമായും കാണണം.